ഞാൻ ഇടപെടുകയാണ്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, എവിടെ എങ്ങനെ എന്ത് സംസാരിക്കണമെന്നുള്ളത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ടത്, അധിക്ഷേപിക്കാൻ പാടില്ലാത്തത്, കുട്ടികളോട് പെരുമാറേണ്ടത്, ഇതൊക്കെ തന്നെ സൈബർ ഇടത്ത് പാലിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ചുരുക്കം വാക്കിൽ പ്രതികരിക്കും. നേരത്തെ ശീതർശ്യാം പറഞ്ഞതുപോലെ ഒരു ഐഡന്റിറ്റി കാർഡ് നിർബന്ധമാക്കിയിട്ട് ഏതെങ്കിലും ഓൺലൈൻ അക്കൗണ്ട് തുറക്കുമ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ ടെലിഫോൺ നമ്പർ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന രീതിയിൽ ഐഡന്റിറ്റി കൂടി റിവീൽ ചെയ്യണമെന്ന് ഗവൺമെന്റ് ഒരു നിഷ്കർഷ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്കും അത് യൂസ് ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി കാണും. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു ഹരാസ്മെന്റ് അല്ലെങ്കിൽ ഒരു ത്രെട്ടണിങ് മെസ്സേജ് അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ഒക്കെ വരുമ്പോൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം വരും അങ്ങനെയുള്ള അവസ്ഥയിൽ. പിന്നെ എന്തൊക്കെ സംസാരിക്കണം എന്ന് പറയുന്നില്ല, എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അതിന് 8 റെസ്ട്രിക്ഷനേ ഉള്ളൂ ഭരണഘടനയിൽ. ആ റെസ്ട്രിക്ഷന്റെ കീഴിൽ ഇൻസൈറ്റ്മെന്റ് ആൻഡ് ഒഫൻസ് എന്ന് പറയുന്നത് വരും. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ ചുമത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറ്റകൃത്യമായിട്ടുള്ള ഒരു ഒഫൻസോ അത് ചെയ്യാൻ പാടില്ല. അപ്പം അല്ലെങ്കിൽ ഹെയ്റ്റ് കമന്റ്സിനെതിരെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. അത് സാധാരണ ജീവിതത്തിലും അപ്പോൾ പൊതുവെയുള്ള സംസാരത്തിൽ എത്രമാത്രം ബാധകമാണ്, സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബാധകമാണ്. ശരി, ഞാൻ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്.